നമസ്കാരം. അപ്പോൾ ലാൻഡ്വ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ റോഡിലൂടെ ഞാൻ നടന്നു പോയോണ്ടിരിക്കട്ടെ, അത് മുന്നോട്ടൊന്നും ഞാൻ നോക്കുന്നത്. രാവിലെ തന്നെ എണീറ്റിരിക്കുകയാണ്, അപ്പോൾ സൗണ്ടിനൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഗാർഡൻ വിത്ത് പെർഫ്യൂം ഫാക്ടറി കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ വേറെ ആളൂടെ ഉണ്ട്. അപ്പോൾ വളരെ നല്ലൊരു കാഴ്ചയായിരിക്കും, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ സൗദിയിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല എന്നുള്ള നമ്മൾ പല വീഡിയോയിലും പറയാറുണ്ട്. അപ്പോൾ ഇന്ന് സൗദിയിലെ ഒരു അടിപൊളി കാഴ്ചയാണ് കാണിക്കാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺഡ്. നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നമ്മളിന്ന് റോക്സ് ഫാക്ടറി കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, കണ്ടോ? ഇതാണ് ഫാക്ടറി. നല്ല വെയിലടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സിംഗിൾ ആയിട്ടല്ല, ഇന്ന് നമ്മൾ വ്ലോഗ് ചെയ്യുന്ന വേറെ മച്ചാൻ്റെ കൂടെ വന്നിട്ടുള്ളത് കിടില മച്ചാൻ കേട്ടോ. വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മച്ചാൻ്റെ എനർജി വേറെ തന്നെയാണ്. ഞാൻ ആളെ പരിചയപ്പെടുത്തി തരാം. ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. സമീർ, ഇതൊരു 1-1.5 മുതലാണ്. ഇത് ഏതാ മുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ പോയാൽ കാണാം ഇത് ഏതാ മുതൽ എന്നുള്ളത്. അപ്പൊ കാഴ്ചകൾ ഇവിടുന്ന് തുടങ്ങുന്നേ ഉള്ളൂ, പോസിറ്റീവ് വൈബുകൾ ഇവിടുന്ന് തുടങ്ങുന്നേ ഉള്ളൂ. സ്റ്റേ ട്യൂൺഡ്. ഇതൊരു തുടക്കം മാത്രമായിരിക്കും. അസ്സലാമു അലൈക്കും. صباح الخير. صباح النور. الساعة كم يفتحين؟ هذا الساعة 6 صباح إلى الساعة 7 مساء. 7 مساء صح؟ ما شاء الله. إيش موجود ورد ولا؟ في معرض عطور، كريمات، في كافي، شاي، قهوة، عصاير، في شتلات، ورود، بيع، في جلسات إيجار. كله موجود. كله موجود. نعم. ما شاء الله. ما شاء الله. كيف هذا دخل هذا نفر 10 صح؟ نفر واحد 10. نفر واحد 10. أيوة. على رجليه. سيارة 30 ريال معها موية ورد. أمان نفر هذا كم نفر ورد؟ ما في مشكلة. سيارة من واحد السيارة إلى 5 أشخاص. أيوة 30 ريال. 30 ريال. أيوة. يعطوكم موية ورد هدية. موية ورد هدية صح. ما شاء الله. يلا ആദ്യം ടിക്കറ്റ് മാത്രം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോകണേ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് 10 റിയാൽസ്. അപ്പോൾ 10 റിയാലിൻ്റെ ഒരു ടിക്കറ്റ് പെർ ഹെഡാണ്. ഇപ്പോൾ നമ്മൾ 2 പേര് വന്ന കാരണം സെമീറോടെ കാര്യമായിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2 പേര് വന്നത് കാരണം 10, 20 റിയാൽ വെച്ചിട്ടാണ്. ഇനി ഒരു വണ്ടിയിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് കിട്ടുന്നില്ലേ, വണ്ടിയിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് ഒരു വണ്ടിയിൽ 5 പേര് വരെ ഉൾക്കൊള്ളുകയാണെങ്കിൽ 30 റിയാൽ വണ്ടിക്ക് കൊടുത്താൽ മതി. അതിൽ കൂടുതലുണ്ടെങ്കിൽ പിന്നെ റേറ്റ് മാറും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി അതിന് ക്യാഷ് കൊടുക്കട്ടെ. അപ്പോൾ കാണാം, ബാക്കി കാഴ്ചകൾ ഉള്ളിൽ ചെന്നിട്ട് കാണാം. അടിപൊളി സ്ഥലമാണ്. ഇതുവരെ നമ്മൾ കണ്ടതിൽ നല്ലൊരു ഇതായിട്ട് വരുന്നതാണ്. ടെൻറ്റും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മളിങ്ങനെ എൻട്രൻസിൽ വരുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കൊരു ബോർഡുണ്ട്. ഒരു കയ്യിൽ കുറച്ച് റോസും അതിൻ്റെ മുകളിൽ ഒരു അത്തറ്, നമ്മുടെ സൗദിയുടെ ഫ്ലാഗ് കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് വാണിംഗ് ബോർഡുകളൊക്കെ ഉണ്ട്. ബാക്കി നമുക്ക് തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ കാണാൻ അങ്ങനെ സാധിക്കുന്നുണ്ട്. അലി അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ എന്നുള്ളത് ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. റോസിൽ നിന്ന് അത്തർ ഉണ്ടാക്കുന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു ബോർഡ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അങ്ങടെ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. ടെൻറ്റിൻ്റെ അവിടെ എത്തിയിട്ടിട്ട് നമ്മൾ കണ്ടോ, അതിൻ്റെ ബാക്കിലാണ് ടെൻറ്റ്. അതിനിങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇരിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ടെൻറ്റിലേറൊക്കെ ഇവിടെ അട്രാക്ഷനായിട്ട് തോന്നിയത് ഈ വാളിൽ ചെയ്തിട്ടുള്ള ഒരു പെയിൻറ്റിങ് നല്ല അട്രാക്റ്റീവ്. അതിലും അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അലി വ്ലോഗ്സിൽ തന്നെ. ഇനി നിങ്ങൾ വീഡിയോസ് പോയി കാണുകയാണെങ്കിൽ അതിലും അട്രാക്ഷൻ ആയിരിക്കും. പിന്നെ നിങ്ങൾ എന്താ ഡൈ ഹാർട്ട് ഫാൻ ആയിരിക്കും. എൻ്റെ പൊളിക്കണം. കണ്ടോ, ഇപ്പോൾ നമ്മൾ വന്നിട്ട് റോസ് ഗാർഡൻ്റെ അകത്താണ് എത്തിയിട്ടുള്ളത്. നിങ്ങൾ ഇങ്ങനെ ബാക്കിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. ഇത് ഫുൾ ഓഫ് റോസ്.
ഇതൊക്കെ കണ്ടില്ലേ എന്ത് ഭംഗിയല്ലേ കാണാൻ. നല്ല അടിപൊളി റോസ്, നല്ല അടിപൊളിയായിട്ട് ഒരുപാട് കളറിലും ഇതിലൊക്കെ ഉണ്ട്. വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്. നല്ല വെയിലാണ്. ഇല്ലായത് കാരണം കേട്ടോ, ഗ്ലാസ് വെച്ചിട്ട് നല്ല വെയിലുണ്ട്. അങ്ങനെ സൂര്യൻ കാരണം നോക്കാനേ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്നുണ്ടാവും ഇപ്പോൾ വൈറ്റ് കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. വൈറ്റ് ഉണ്ട്, റോസ് ഉണ്ട്, അതുപോലെ തന്നെ റെഡ്, അങ്ങനെ ഒരുപാട് കളറിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ബാക്കിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. അത് ഫുള്ള് ഒരുപാട് കളറിലുള്ള വേറെ ഐറ്റം പൂവുകളുണ്ട്. റോസ് മാത്രമല്ല, ഇവിടെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓവറോൾ വ്യൂ, വെയിലടിച്ചിട്ട് കണ്ണ് കാണുന്നില്ല കേട്ടോ. നല്ലൊരു ഓവറോൾ വ്യൂ ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ എൻ്റെ ബാക്കിൽ ഇങ്ങനെ കാണുന്നുണ്ടാവും. വെയിലൊരു രക്ഷയില്ല. അപ്പോൾ ഞാൻ ഗ്ലാസ് വെക്കാൻ തന്നെ പോവാണ്. ഇത് ഗാർഡൻ ഇങ്ങനെ എന്താ അല്ലേ ഭംഗി, ഒരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ. വന്നിട്ട് തന്നെ കാണാം. നല്ലൊരു മനസ്സിന് കുളിർമയേക്കണ കാഴ്ചയാണ് ശരിക്കും. കാരണം നമ്മൾ ഈ പൂക്കൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ടെൻഷന് റിലീഫ് ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് ഇതാണ്. ഇതിൻ്റെ കളറും കാര്യങ്ങളും ഇതിൻ്റെ ഭംഗിയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ ബാക്കിയുള്ള ടെൻഷനുകളൊക്കെ മറന്നു പോകും. ചെന്നിട്ടുണ്ടായിരുന്ന സാധനം ഇത് റോസ് അല്ല കേട്ടോ, ഇത് വേറെ എന്തോ ഒരു ഐറ്റം ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ റോസ് കളറ്, അതുപോലെ തന്നെ അതിനകത്ത് ഉള്ള വേറെയും കളറുകളുണ്ട്. വൈറ്റ്, റെഡ്. പക്ഷെ ഇത് എന്ത് ചെടിയാണെന്നുള്ളത് പറഞ്ഞു തരാൻ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കണേ. സമീർ എങ്ങനെയുണ്ട് സംഭവം? എന്താ പറയുക, അടിപൊളിയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരിക്കലും സൗദി അറേബ്യയിൽ ഇതുപോലത്തെ നല്ലൊരു കാഴ്ചകൾ പ്രതീക്ഷിക്കില്ല കേട്ടോ. റോസ് ഗാർഡൻ ഉണ്ടെന്ന് എനിക്ക് ആക്ച്വലി പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ ഉള്ള ഒരു സൗദി തന്നെയാണ്. മൂപ്പര് ഈ ലൊക്കേഷൻ അയച്ചെന്ന് നമ്മളിതാ നേരെ രാവിലെ ഇവിടെ പോകുന്നു. ഇവിടുത്തെ റോസ് ഗാർഡൻ മാത്രമല്ല, ഈ റോസ് ഗാർഡന് ഭംഗി കൂട്ടുന്ന ഇതുപോലെയുള്ള പലതരത്തിലുള്ള ചെടികൾ. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ബിൽഡിങ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ വ്യൂ ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ വരുന്നവർക്ക് ചായ കുടിക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഉള്ള സൗകര്യങ്ങളും ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ കൊറോണ ആയത് കാരണം ഒരു സീറ്റിനകത്ത് ഒന്ന് ഓപ്പണും ഒന്ന് ക്ലോസിങ്ങുമാണ്. ക്ലോസ് ചെയ്ത് വെച്ച് നമുക്കവിടെ കാണുന്നുണ്ടാവും, ഓപ്പൺ ചെയ്ത സീറ്റുകളും കാണുന്നുണ്ടാവും. അപ്പോൾ ഇത് കൊറോണ ടൈം ആയത് കാരണം ഇങ്ങനെ വെച്ചിട്ടുള്ളത്. മാർച്ച് ഏപ്രിലാണ് ശരിക്കും ഇതിൻ്റെ സമയം അല്ലേ? അപ്പോൾ വന്നാലാണ് ഇത് മൊത്തം പറഞ്ഞത് ഫുള്ളായിട്ട് കാണാൻ പറ്റുള്ളൂ. അതെ. അപ്പോൾ നമ്മൾ ഇച്ചിരി നേരത്തെ ആയി പോയി, വേറെ വിഷയമൊന്നുമില്ല. നമ്മൾ കുറച്ച് സുഹൃത്തുക്കളെ, നമ്മളുടെ മനസ്സിനെ കുളിർമയായിരിക്കുന്ന മറ്റൊരു അനേകമായിട്ടുള്ള കാഴ്ചയാണ് നമ്മുടെ മുരിങ്ങാക്കായിൻ്റെ ഒരു മരം. അതെ, കേരളത്തിൽ എവിടെയും കാണാൻ കിട്ടാത്ത പ്രത്യേക തരം അപൂർവമായ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുരിങ്ങൻ്റെ ഇല. അടിപൊളി സാധനം. അതെ, താളിച്ചും വെക്കാം, തോരനും വെക്കാം. ടേസ്റ്റ് ഉണ്ടല്ലോ, വേറെ ലെവലൊക്കെ പറ്റുന്നവർക്ക്. അപ്പോൾ ഇത് നമ്മളൊരു നല്ല കാഴ്ച കേട്ടോ. ഇത് നമ്മൾ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് ബട്ടർഫ്ലൈൻ്റെ രണ്ട് ചിറകുകൾ വെച്ചിട്ട് അതിൻ്റെ നടുവിൽ നിന്നിട്ട് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരിത്, അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളെ അതെ, ജസ്റ്റ് ലൈക്ക് ഏഞ്ചൽ. അപ്പോൾ സമീർ ഇങ്ങനെ വയറുള്ളോട്ട് വലിച്ചിട്ട് ഫോട്ടോക്ക് പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ഫോട്ടോ ഒന്നും കരുതിയിട്ടില്ല, പക്ഷെ നമ്മൾ വീഡിയോ എടുക്കുന്നത് പറ്റിച്ചേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ മറച്ച് കെട്ടിയ ഒരു ഷെഡ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് നമ്മൾ അകത്തോട്ട് കയറണമെങ്കിൽ നമുക്കൊരു നല്ല കാഴ്ച അകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടോ എന്താ ഇപ്പോൾ ഈ മറച്ച് കെട്ടിയ ഷെഡിൽ എന്താ കാഴ്ച എന്നുള്ളത്? അപ്പോൾ അതൊന്നും ഇങ്ങനെ കാണാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റോസിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് റോസ് ഫാക്ടറിയിൽ എങ്ങനെയാണ് പെർഫ്യൂം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് അടുത്തൊരു പാർട്ടിലായിരിക്കും വരുന്നുണ്ടാകുക. അപ്പോൾ ആ പാർട്ട് വരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 2-3 ദിവസത്തിനകത്ത് ആ പാർട്ട് വരും. അപ്പോൾ അതുവരെ താൽക്കാലികമായിട്ടൊരു വിടാം.